ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി കുമ്പളങ്ങ വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1/2 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് വേണ്ട ഒരു 4 വറ്റൽമുളകാണ്. ഇതൊന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടിയാണ്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 1/4 മുറി നാളികേരം ചെറിയതെടുത്തിട്ടുണ്ട്. ഒരു 10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ആ കുമ്പളങ്ങ തോലെല്ലാം കളഞ്ഞ് ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കുമ്പളങ്ങ കിട്ടിയാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. കുമ്പളങ്ങ ഞാൻ ഇതേ വലിപ്പത്തിൽ സ്ക്വയർ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ചെറുതാക്കാം. അപ്പോൾ കുമ്പളങ്ങയെല്ലാം നല്ല വൃത്തിയായി കഴുകി ഇതാ ഞാൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. ഇനി ഒരു മിക്സിയുടെ പൊടിക്കുന്ന ജാറെടുത്ത് മുളക് അതിലിട്ട് കൊടുത്തു. ഒരല്പം ഉപ്പും ചേർത്ത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരല്പം പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ക്രഷ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3/4 സ്പൂണ് പരിപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, തുവരപ്പരിപ്പ്. പരിപ്പൊന്ന് നല്ലപോലെ ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് 1/4 സ്പൂൺ കടുക് ചേർത്തു. ഇനി അതിലേക്ക് ചുവന്നുള്ളി കട്ട് ചെയ്ത് ചേർത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളൊന്ന് അല്പം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഘട്ടത്തിൽ നമ്മൾക്ക് ആ പൊടിച്ച വറ്റൽമുളകും ചേർക്കാം. എന്നതിന് ശേഷം ആ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി ആ കുമ്പളങ്ങ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ആ കുമ്പളങ്ങയിലെ ജലാംശവും ആ എണ്ണയിലും പിന്നെ നമ്മൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിൽ ആ കുമ്പളങ്ങ ഒന്ന് വെന്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം ഞാൻ അല്പം ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം തീ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ ഞാനിതുവരെ അടച്ച് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇടയിൽ വന്ന് ഇളക്കി കൊടുത്താൽ മതി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് ആ കുമ്പളങ്ങയൊന്നും വെന്തിട്ടൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂൺ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് വീണ്ടും ഒരു 5 മിനിറ്റ് അതേമാതിരി നമ്മളൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ എന്തായാലും കുമ്പളങ്ങ കിട്ടിയാൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. 5 മിനിറ്റ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ തന്നെ പറ്റും കുമ്പളങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ 2 മിനിറ്റ് കൂടി ഇത് സ്റ്റൗവിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്നുകൂടി നമ്മളൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുമ്പളങ്ങയെല്ലാം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ റെസിപ്പി നമ്മൾ കർണാടക, ആന്ധ്ര ഭാഗത്തൊക്കെ കാണാറുള്ളത്. അപ്പോൾ നമ്മൾക്കും കുമ്പളങ്ങ കിട്ടിയാൽ ഇതേപോലെ ചെയ്തെടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ അതാ ചേർത്തു. കറിവേപ്പില ചേർത്ത് ഒന്നുകൂടി ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് പോരാത്ത ഉപ്പുണ്ടായിരുന്നു, അതുകൂടി അല്പം ചേർത്തു. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾക്ക് ആ തേങ്ങ ചിരവിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചിരവിയത് ചേർത്ത് നമ്മളതൊരു കേരള സ്റ്റൈലാക്കി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതേപോലെ കുമ്പളങ്ങ കിട്ടിയ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാൻ നല്ലൊരു രുചിയാണ്. അപ്പോൾ കണ്ടില്ലേ, കുമ്പളങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇതാ നമുക്ക് ചോറിൻ്റെ കൂടെ പുരട്ടി കഴിക്കാനൊക്കെ ആ തേങ്ങയൊക്കെ കൂടിയാകുമ്പോൾ ഇനി അതിൻ്റെ മേലെ കുറച്ച് മല്ലിയില കൂടി ഞാൻ അതാ വിതറി കൊടുക്കുന്നുണ്ട്. ഇത് വേണ്ടാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വെച്ചിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പി ഇതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്തി. അപ്പോൾ സൂപ്പറായില്ലേ? ഇത് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.